മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ഒരു ടാസ്ക് നടക്കുകയായിരുന്നു. ഇപ്പോൾ ആ ടാസ്ക് അവസാനിച്ചു. എല്ലാവരുടെയും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കോയിനുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോയിൻ അഭ്യർത്ഥിച്ച് വന്നിരിക്കുന്നത് ആദിലയാണ്. ആദിലയ്ക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ പാർത്ഥൻ കണ്ട പരലോകം എന്ന് പറയുന്ന മൂവിയിലെ ജയറാം അഭിനയിച്ച പാർത്ഥസാരഥി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആദില തന്നെ പറയുന്നു ആദില ഒരു ഷൈ ടൈപ്പാണ്. കൂടാതെ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിലും ആ ക്യാരക്ടറിന്റെ മാനർസം ഒന്നും ഓർക്കുന്നില്ല. അതുകൊണ്ട് ആദിലയ്ക്ക് ആ ഒരു ക്യാരക്ടർ പിടിക്കാൻ സാധിച്ചില്ല. എങ്കിലും ആദിലയ്ക്ക് ആദിലയുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 3 പേരാണ് കോയിൻ കൊടുത്തത്. ഷാനവാസ്, നൂറ, അനുമോൾ. ഓരോരുത്തരും ഓരോ കോയിൻ വീതമാണ് കൊടുത്തത്. അങ്ങനെ ആദിലയ്ക്ക് 3 കോയിനാണ് കിട്ടിയത്. ഉടനെ അനീഷ് പറയുന്നത് ആരൊക്കെ അതിന് കോയിൻ കൊടുത്തതെന്ന് നോക്ക്. ആദിലയ്ക്ക് 3 കോയിൻ കിട്ടാൻ വേണ്ടി. അതായത് ഷാനവാസ്, ആദില, നൂറ, അനുമോൾ ഇവർ 4 പേരും ഒരു ഗ്രൂപ്പാണെന്നാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിസം കളിക്കുകയാണെന്നാണ് അനീഷ് പറയുന്നത്. മിക്ക ടാസ്കുകളിലും ഇവർ ഗ്രൂപ്പിസം കളിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പിസം വെച്ചാണ് ആദിലയ്ക്ക് കോയിൻ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും കിട്ടാതിരിക്കണ്ട എന്ന് കരുതി അവർ ചിലപ്പോൾ കൊടുത്തതാവാം, അല്ലെങ്കിൽ അവർക്ക് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കൊടുത്തതാവാം. എന്തായാലും അനീഷിന് അതും ഇഷ്ടപ്പെട്ടില്ല. അനീഷ് പറയുന്നത് ടാസ്കിലും ഗ്രൂപ്പിസമാണ് ഇവർ കളിക്കുന്നത് എന്നൊക്കെയാണ്. എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഗ്രൂപ്പിസമാണ് ഇവർ 4 പേരും. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.